ഹലോ. ഇന്ന് എല്ലാവർക്കും എന്താ പരിപാടി? എനിക്ക് ആകെ ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ തൈപ്പോയല്ലേ, നമ്മുടെ ആദിക്കും അതിനും കാവടിയുണ്ട്. അങ്ങനെ ശ്രീകുട്ടി അതിന് പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ശ്രീകുട്ടി അപ്ലോഡ് ചെയ്യും. ഞാൻ പിന്നെ രാവിലത്തേക്കുള്ള ദോശ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ നേരെ ഉറക്കി കിടത്തി കേട്ടോ. പക്ഷേ ഇവന്മാരുടെ ബഹളം കാരണം അവൾ പിന്നെ ഇങ്ങ് ചാടി എണീറ്റു. അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ചൊക്കെ ആക്കി വെച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടായി പാചകം. കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയും കോവയ്ക്ക മെഴുക്കുരട്ടിയും പുളിശ്ശേരിയും പിന്നെ മീൻകറിയും ഒക്കെ ആയിട്ടങ്ങ് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട് രാവിലത്തെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുത്തശ്ശിയായിട്ട് കുറച്ച് നേരം ഒന്ന് കളിച്ചിട്ട് അപ്പോഴത്തേക്ക് ആദിച്ചേട്ടന് പോകാനുള്ള സമയമായി ഡ്രോയിങ് ക്ലാസ്സിനെ. അങ്ങനെ അവൻ ഡ്രോയിങ് ക്ലാസ്സിന് പോവാം. ഞാൻ കണ്ണപ്പനെ പിന്നെയും ഉറക്കി. ഇനി സമാധാനമായിട്ട് എനിക്കൊന്ന് ചോറ് കഴിക്കണം. ചോറ് കഴിച്ചാൽ മാത്രം പോരാ, കുളിക്കാൻ വേണം. ഞാൻ ഇതുവരെ കുളിച്ചില്ല, രാവിലെ തുടങ്ങിയതില്ലേ പണി. അങ്ങനെ ഞാൻ നേരെ ഫുഡൊക്കെ കഴിച്ച് നേരെ കുളിച്ചിട്ട് വരും കേട്ടോ. കുളിച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എന്തോ അവൾ എണീറ്റായിരുന്നു. പിന്നെ അവളെ എടുത്തുകൊണ്ട് പോയിട്ട് നേരെ അവളെ അങ്ങോട്ട് കട്ടിലിൽ കിടത്തി കേട്ടോ. ഞാൻ മുത്തശ്ശി ഒരുക്കണം. മുത്തശ്ശിക്ക് ഡയാലിസിസ് ഉള്ള ദിവസം കേട്ടോ. കണ്ണമ്മയുടെ മുത്തശ്ശി കേട്ടോ, എൻ്റെ അമ്മാമ്മ. അപ്പോൾ അമ്മാമ്മയെ നല്ലപോലെ ഒരുക്കിയിരുത്തി. അമ്മാമ്മയ്ക്ക് ഈ ഡയാലിസിന് പോകുന്ന ദിവസം അങ്ങ് ടെൻഷനാണ്. നേരത്തെയൊക്കെ ഒരുങ്ങിയിരുന്നെങ്കിൽ അങ്ങ് ടെൻഷൻ അടിക്കും കേട്ടോ. അങ്ങനെ അമ്മാമ്മയുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അമ്മാമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ബെഡ്ഷീറ്റും കട്ടൻ ചായയും കേക്കൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ച് കേട്ടോ. എല്ലാം പാക്ക് ചെയ്തൊക്കെ വെക്കുന്നതാണ് അമ്മാമ്മയ്ക്ക് കുറച്ചങ്ങ് സമാധാനമാവും. അപ്പോഴത്തേക്ക് അമ്മയെ റെഡിയായിട്ട് വരും. ഓട്ടോ ചേട്ടനും വരാറായി കേട്ടോ. അപ്പോഴത്തേക്ക് കണ്ണമ്മ കരച്ചിലങ്ങ് തുടങ്ങി. പിന്നെ ഞാൻ നേരെ അവളെ എടുത്തുകൊണ്ട് പോയിട്ട് അമ്മമ്മയ്ക്കുള്ള കുഴമ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് ഓട്ടോ ചേട്ടനും വന്നു. അങ്ങനെ അവർ പോവുക കേട്ടോ, ഡയാലിസിന് പോവുക. അപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണമ്മ നോക്കി ചിരിക്കുന്നുണ്ട് അമ്മയൊക്കെ. അവരെങ്ങോട്ടാ എന്നെ കൊണ്ടുപോകാതെ പോകുന്നതെന്നായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്നലെ ഡിന്നറങ്ങ് ഉണ്ടാക്കിയേക്കാന്ന്. കാര്യം വേറൊന്നുമല്ല, രാത്രി പിന്നെ നടക്കത്തില്ല, എനിക്ക് അമ്പലത്തിലും പോകണം. അങ്ങനെ ഞാനും അവളും കൂടെ, ഇതാ ഇപ്പോൾ അവളുടെ സ്പേസ്, ഇവിടെ കിടത്തി ഞാനും അവളോട് സംസാരിച്ച് അങ്ങ് ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ സമയം ഒന്നും ഫുഡ് ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ഇപ്പോൾ അറിയാറേ ഇല്ല. കാര്യം അവളോട് സംസാരിക്കുമ്പോൾ ഒരു കൂട്ടുള്ളവർ തോന്നും കേട്ടോ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെച്ചു. കറി വേണ്ട, മീൻകറി ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് അതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരം ഞങ്ങൾക്ക് രണ്ടുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന്. വേറൊന്നുമല്ല, ഈ ജോലിക്കിടെ അവളോട്ട് കളിക്കുമെങ്കിലും അവളും എന്നോട് മാത്രം കളിക്കുമ്പോൾ വേറൊരു രസമല്ലേ. ഈ ജോലിക്കിടെ കളിക്കുന്നതും ഒറ്റയ്ക്ക് ചെയ്യുന്നതും വേറെ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഞങ്ങൾക്ക് രണ്ടുക്കും മാത്രമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ. അങ്ങനെ ഞാൻ അവളെ എടുത്തിട്ട് നേരെ റൂമിലോട്ട് വന്നു കേട്ടോ. എന്നെപ്പോലെ ബിസിയുള്ളവർ പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.